സ്റ്റേജിൽ നമ്മൾ ദഫ് മുട്ട് കണ്ടിട്ടുണ്ട്, അറബന മുട്ട് കണ്ടിട്ടുണ്ട്, നബിദിനങ്ങളിലൊക്കെ ദഫ് കളി നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇത് എങ്ങനെയൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് ഉസ്താദ്? ആദ്യം നമുക്ക് ദഫ് മുട്ടിനെ സംബന്ധിച്ച് സംസാരിക്കാം. നമ്മളെ കയ്യിലുള്ളത് ഇപ്പോൾ ദഫ് മുട്ടാണ്. ദഫാണ് കയ്യിലുള്ളത്. അതായത് പതിഞ്ഞ താളത്തിൽ തുടങ്ങി ദ്രുത താളത്തിലാണ് ദഫ് അവസാനിപ്പിക്കാറുള്ളത്. ഇരുന്നും നിന്നും ചാഞ്ഞും ചെരിഞ്ഞുമുള്ള ശരീര ചലനങ്ങളാണുള്ളത്. അതോടൊപ്പം അറബി ബൈത്തുകളാണ് ദഫിൽ ഉപയോഗിക്കാറുള്ളത്. ദഫ് കളി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 993 ശേഷം കാണും പിന്നെ ഉടലെടുത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നബിദിനത്തിനൊക്കെ ഉണ്ട്. ആ ഭാഗത്തേക്ക് ഇപ്പം നമ്മൾ കിടക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്കിനി അറബന മുട്ട് എന്നുള്ളതും നേരത്തെ തന്നെ അറബന നമ്മുടെ കേരളത്തിൽ ഒരുപാട് ജില്ലകളിലുണ്ടായിട്ടുണ്ട്. ഈ പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്ന റാത്തീബുകളിലും മറ്റൊക്കെ അതിൻ്റെ ഒരു കളിമുട്ട് രൂപമാണ് ഇന്ന് നമ്മളെന്താകുന്നത് ശരിക്കും കലോത്സവങ്ങളിൽ കണ്ടുവരാറുള്ളത്. അതും ഇത് രണ്ടും തമ്മിൽ, അറബനയും ദഫും തമ്മിൽ ഉപകരണങ്ങളിൽ വ്യത്യാസമുണ്ട്. ദഫ് 8 ഇഞ്ച് വ്യാസത്തിൽ പ്ലാവിൻ്റെ വേര് കടഞ്ഞെടുത്ത് ആട്ടിൻതോല് സ്ഫുടം ചെയ്ത് ചരട് മുറുക്കി ശ്രുതി നിയന്ത്രിക്കുന്ന ഉപകരണമാണ്. അറബൻ ഏകദേശം ആട്ടിൻതോലാണ് ഉപയോഗിക്കുക. ഒരു 12 ഇഞ്ച് വ്യാസം. ഈ ആട്ടിൻതോലിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ഇതൊക്കെ ആട്ടിൻതോലാണോ? ആട്ടിൻതോലാണ്. ഇതിങ്ങനെ മുട്ടിയത് കൊണ്ടായില്ലല്ലോ. നിങ്ങളൊന്ന് പിടിച്ച് മുട്ടുമ്പോഴാണ് അതിൻ്റെതായ രീതിയിലെത്തുള്ളൂ. ഇത് ഓക്കെ. അപ്പം ഞാൻ ഇങ്ങനെ ഇതെന്തിനാണ് അപ്പോൾ ഇതിൽ എൻ്റെ പിടുത്തം ഇത് ഈ പിടുത്തല്ലേ അത് ശരിക്കും ഇങ്ങനെ രണ്ടുപേരല്ല ഈ തള്ളവിരൽ കൊണ്ട് ഇത് നിയന്ത്രിക്കും. എന്നുവെച്ചാൽ ഈ രണ്ടുപേരിൽ തള്ളവിരൽ കൊണ്ട് നിയന്ത്രിക്കും. ഇങ്ങനെ ഉണ്ടാകും. ഓക്കെ. അപ്പോൾ ഇത് ശ്രുതി നിയന്ത്രിക്കുന്നത് ഈ ചരട് മുറുക്കിയിട്ടാണ് ഇവിടെയുള്ള. അപ്പോൾ നമ്മളെ വോയിസ് അനുസരിച്ച് കറക്റ്റായിട്ട് കിട്ടും. അല്ലാ ഇതേ ലെവലിലേക്ക് നമുക്കിതിൻ്റെ നാദം എടുത്തു വെക്കാൻ പറ്റും. ആടിൻ്റെ തോല് എന്ന് പറഞ്ഞാൽ പെണ്ണാടിൻ്റെ തോലാണ് ഏറ്റവും നന്നാവുക. നല്ല നാദം കിട്ടും. അപ്പോൾ പിന്നെ ഇത് ഇടയ്ക്ക് തളരും. ഇപ്പോൾ തണുത്ത പ്രദേശങ്ങളൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാണെങ്കിൽ ഇത് ലൂസായി കഴിഞ്ഞാണെങ്കിൽ 2 രീതിയിൽ. ഒന്ന് ചരട് മുറുക്കി ശ്രുതി നിയന്ത്രിക്കുക, രണ്ടാമത്തത് ചൂടാക്കുന്ന ചിരട്ടൻ്റെ കണലിലിട്ടിട്ട് അതിൽ ഉലുവാനുണ്ടല്ലോ, സാമ്പ്രാണി, അതൊക്കെ ഇട്ടിട്ട് അതിൻ്റെ പുക കൊള്ളിച്ചാലും ഇതേ ലെവലിൽ നമുക്ക് അത് മണിക്കൂറുകളോളം നിൽക്കും. ശാശ്വത പരിഹാരമാണെന്നുണ്ടെങ്കിൽ ഇത് ടൈറ്റാക്കി കൊടുക്കണം. ഇത് നനച്ചിട്ട് ഇത് ഓരോ ചരട് വലിച്ചിട്ട് ഇതാക്കാൻ പറ്റും. അപ്പം ഈ ഇങ്ങനെ കറക്കലൊക്കെ എങ്ങനെ വരുന്നത്? ഇത് കറക്കൽ ആദ്യം നമ്മൾ ഇതിന് കുറച്ച് കളരി നിർബന്ധം, മെയ് വഴക്കം വേണം, കളരിയൊക്കെ വേണം. കളരി ഉണ്ടാകുന്ന സമയത്ത് പിന്നെ ബോഡി നല്ല ഫ്ലെക്സിബിളായിട്ട് കിട്ടും. കാരണം കളരിയിലെ മെയ് അഭ്യാസം ഉണ്ടല്ലോ. കളരി പഠിച്ചിട്ടുണ്ടോ? ഇല്ല. കളരിയിൽ വായിത്താറുണ്ടല്ലോ, ശുദ്ധ മലയാളത്തിലുള്ള അമർച്ചയിൽ ഇടത്ത് കൂട്ടി വെച്ച് വലത്ത് കൂട്ടി. ശരി. അപ്പം അങ്ങനെ തന്നെ ഉണ്ട് സംഭവം. അപ്പോൾ ആ സംഗതി ഉണ്ടാകുന്ന സമയത്ത് ഇതിൽ ശരിക്കും അപ്പോൾ നമ്മൾ ഈ റിസ്റ്റ് റൊട്ടേറ്റിംഗ് ആണ് ആദ്യം പഠിപ്പിക്കുക. ഇത് ഇങ്ങനെ ഇത് റെഡിയാണോ? ഈ സംഗതി അപ്പോൾ എൻ്റെ ഇവിടെ ഒരു പേശിയൊക്കെ പോകുന്നു. അത് എന്താ വെച്ചാൽ ദക്ഷിണ വെക്കാത്തോണ്ടല്ലോ കുഴപ്പം. അല്ല, ആദ്യം ദക്ഷിണൊക്കെ വെച്ചിട്ടാവുമ്പോൾ അവിടെ പെയിനൊന്നും ഉണ്ടാവില്ല. ബിസ്മില്ല. ഓക്കെ എങ്ങനെ ചെയ്യുന്നു? ഇത് വലത് കൈയിൽ നമ്മൾ പിടിക്കൂല, ഇടത് കൈയിലാണ് പിടിക്കുക. വലത് കൈകൊണ്ട് അടിക്കുക ചെയ്യുന്നത്. അടിക്കുക സെൻറ്ററിൽ വരാൻ പറ്റില്ല. ഈ വിരൽ കൊണ്ട് നിയന്ത്രിക്കുന്നു. ഈ വിരൽ എപ്പോഴും എന്താ പുറത്ത് ഔട്ടുണ്ടാകുക. അപ്പോൾ അകത്തു നിന്നും പുറത്തു നിന്നും നിയന്ത്രിക്കാൻ ഒരാൾ വേണമല്ലോ. ഇതിൻ്റെ ഇത്രേ വരുള്ളൂ. അല്ലാ 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 റബ്ബുനാ അല്ലാ സയ്യിദ് അഹ്മദുൽ കബീർ റിഫാഇ. ഞാൻ സംശയിക്കട്ടെ, ഞാനിപ്പോൾ ആദ്യത്തെ ഒരു പഠിതാവ് എന്നെ ഇത് പഠിപ്പിച്ചു. അപ്പോൾ നമ്മൾ നിന്നിട്ട് ഒരു താളത്തിലേക്ക് പോകണമെന്ന് എന്നെ ഒരു മിനിറ്റ് കൊണ്ട് പഠിപ്പിക്കാൻ കഴിയും.
ഞാനിങ്ങനെ ഇപ്പോൾ ഉദാഹരണം നിന്നിട്ട് ഏതെങ്കിലും ഒരു പോർഷൻ ഒരു ചലഞ്ചാണ്, അല്ലെങ്കിൽ ഒരു ഗുരുവിൻ്റെ മുമ്പ് നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ ആ ഒരു തുടക്കമാണ് ഇവരൊക്കെ അങ്ങനെ വന്നിട്ടുണ്ടാവുമല്ലോ, അതെങ്ങനെയാണെന്നൊന്ന് അറിയാനാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ടൊന്ന് ചോദിക്കാം, ടീച്ചിങ് എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ആണല്ലോ. അതെ. അപ്പോൾ നമുക്ക് നോക്കാം, നിങ്ങളിതിലേക്ക് എത്രത്തോളം വരുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾ പഠിക്കാൻ പറ്റുമോ? യെസ്, ഓക്കെ, ഉറപ്പല്ലേ? മനസ്സുകൊണ്ട് ഞാനുണ്ട്, തയ്യാറാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഫേസിൽ എന്താക്കുക, ക്ലാപ്പ് ചെയ്യാം. ഫേസിൽ ഇതിൻ്റെ ബേസിക്കലി നമ്മൾ ഇതാക്കുമ്പോൾ അടിസ്ഥാനപരമായ താളാണ്, ത്രിതാളാണ് ഉണ്ടാകുക. ദഫിൽ ത്രിതാളം, കേരളത്തിലെ ഒരുവിധം വാദ്യങ്ങളുടെ താളങ്ങളുടെ ത്രിതാളം. ചെണ്ടയിലേതാ? തക്കിട്ട, അതിലാണ്. പിന്നെ അങ്ങനെ പോകുമല്ലേ. അപ്പോൾ ദഫിലും ത്രിതാളമാണ്. അപ്പോൾ ഇതിന് സെമി ക്ലാപ്പ് എന്നാണ് പറയാം. അന്ന് ചെയ്ത് നോക്കാം. സെമി ക്ലാപ്പ് നിങ്ങൾ ആദ്യം ഒന്ന് ചെയ്യാം. സെമി, അപ്പോൾ അത് റെഡിയല്ലേ? സെമി റെഡി അല്ലേ? റെഡി. അപ്പോൾ നമുക്ക് രണ്ടാക്കും ഒന്ന് കളിച്ചു നോക്കാം. ഓക്കെ. ഫസ്റ്റ് ഫേസിൽ ഞാൻ അടിക്കുന്ന കാര്യങ്ങളൊക്കെ അടിച്ചില്ലേ അല്ലേ? അതേ ലെവലിൽ 2 3 4 5 6 7. ഒരു മിനിറ്റ് ആയോ? ഞാൻ നോക്കിയിട്ടില്ല. ഒരു മിനിറ്റ് ആയില്ല. ഓക്കെ, ഇല്ല. ഇപ്പം 30 സെക്കൻഡോട് നമ്മൾ പകുതി പഠിച്ചു. യെസ് അല്ലേ? ഇനി ബാക്കിയും കൂടി പഠിക്കണ്ടേ? അപ്പോൾ എപ്പോഴും ആലസം വീട്ടിലേക്ക് ഒരു ദിവസം വരിക. ഞാൻ വരും ഇൻഷാ അല്ലാഹ്. ആ കലയുടെ പോറ്റില്യമായ ആലസം വീട്ടിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും പഠിക്കണം. ഒരു ദിവസമല്ല, പഠിച്ചിരിക്കണം. അപ്പോൾ നിങ്ങൾ പരമ്പര മുഴുവനും ഒരു നല്ല ആർട്ടിസ്റ്റുകളായിട്ട് മാറും, എനിക്ക് ഉറപ്പുണ്ട്. കാരണം നിങ്ങൾ താളുണ്ട്, ജനറ്റിക് അല്ലത്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കലോത്സവ വേദിയിൽ ഇവിടെ വെച്ച് അങ്ങനെ പെട്ടെന്ന് പഠിക്കേണ്ട ഒന്നല്ല, അതൊന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി. എനിക്ക് തോന്നുന്നു 94 മുതൽ ഇതുവരെ പല മീഡിയയും ഞാൻ കണ്ടിട്ടുണ്ട്. പല മീഡിയയിലും ഞാൻ പോയിട്ടുണ്ട്, ഇൻ്റർവ്യൂ അറ്റൻഡ്. പക്ഷെ എന്നെക്കൊണ്ട് എനിക്ക് പഠിപ്പിച്ചു തരാൻ പറ്റുന്ന പറയുന്ന ഏക മീഡിയ ഇതിൻ്റെ ആത്മകഥയിൽ ഞാൻ എഴുതിയിരിക്കുന്നുള്ളത് ഉറപ്പാണ്. അത് സുപ്രഭാതത്തിൻ്റെ പിന്നെ എൻ്റെ റാഷിദ് സാഹിബ്, ഇപ്പം എൻ്റെ അടുത്ത സുഹൃത്തും കൂടിയാണ്. അത് ഞാൻ പ്രേക്ഷകരോട് പങ്കുവെക്കുകയാണ്. ആദ്യമായിട്ടോ ഇങ്ങനെ എനിക്ക് പഠിപ്പിച്ചു തരാൻ പറ്റുമോ, അതും ചാലഞ്ചായിട്ട് 1 മിനിറ്റ് കൊണ്ട് പഠിപ്പിക്കാൻ പറ്റുമോ? പക്ഷേ അന്നേരം ഞാൻ കുറച്ചുകൂടി ഗൗരവത്തിലെടുക്കണം. അത് 30 സെക്കൻഡ് കൊണ്ട് അതിൻ്റെ 2 താളങ്ങൾ പഠിപ്പിച്ചെടുത്തു. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതൊന്ന് പഠിക്കണം, ഇതൊന്ന് കാണണം. സുപ്രഭാതം ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള ഒരു കല എങ്ങനെയുണ്ട് എന്ന് ഞാൻ കുറേ കണ്ടിട്ടുണ്ട്, വീഡിയോയും മക്കളും മരുമക്കളും ഒക്കെ കൂടിയിട്ടുള്ളത് ഭയങ്കരമായിട്ട് രസമാണ്. അപ്പം തീർച്ചയായിട്ടും ഞങ്ങൾ വീട് ഒരു അലസായിട്ട് തോന്നിക്കില്ലല്ലോ. ആഘോഷ വീട് അങ്ങനെ ആക്കി. ഏതായാലും നമുക്ക് ഏറ്റവും സന്തോഷമുള്ളത് ഈ പിന്നെ സ്കൂൾ കലോത്സവത്തിന് പുറമെ സർഗലയങ്ങളിലും സാഹിത്യോത്സവങ്ങളിലൊക്കെ ഇത് ഒരുപാട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ നമുക്ക് അഭിമാനിക്കാം. അത് ആലസം വീട്ടിൽ നിന്ന് അത് പുറത്തേക്ക് എത്തിയപ്പോൾ ഒരുപാട് ആളുകൾ അതിനെ സ്വീകരിക്കും. എനിക്കൊരു സംശയം, ഒരു ന്യൂജൻ പിള്ളേർ, ഇപ്പോൾ നമ്മളിപ്പോൾ കലോത്സവത്തിൽ നമ്മൾ വേദിയിലേക്ക് കുട്ടികളിങ്ങനെ പോകുന്നത് കാണും. അപ്പം ഇവർ വരുന്ന ഭയങ്കര ഫ്രീക്കന്മാരായിരിക്കും, അവരുടെ മുടിയൊക്കെ ഭയങ്കരമായിരിക്കും, അവരുടെ പാൻറ്റും ലുക്കും കോലും ഒക്കെ. പക്ഷേ ഇവരവിടെ കയറി അസൽ മുസ്ലിയാർ കുട്ടികൾ. അപ്പോൾ ഈ കുട്ടികൾ വരുന്നുണ്ടോ? പുതിയ ജനറേഷനൊക്കെ ഇതിലേക്ക് ആകർഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. നല്ല നല്ല ടീമുകൾ വരുന്നുണ്ട്. അത് ഞാൻ പലപ്പോഴും പറയാറുള്ളത്, ഒരു കലാകാരനെ വാർത്തെടുക്കല്ല എൻ്റെ ലക്ഷ്യം. അക്കാഡമീഷ്യന്മാരായ കുറേ കലാകാരന്മാരെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോഴേ കല വളരുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നമുക്ക് ഇതിനെ എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ക്ലാസ് തന്നെ ഫിജിയിലൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ ഞാൻ ഫിജിയിലേക്ക് പറഞ്ഞയച്ച ഒരാൾ എൻ്റെ കൂടെ ഇവിടെ ഉണ്ട്. അപ്പോൾ അയാളൊക്കെ ഞാൻ പറഞ്ഞയച്ചാൽ അയാൾക്ക് ഭാഷയുണ്ട്. അപ്പോൾ ഭാഷ പഠിപ്പിക്കുക, നല്ല നല്ല കോഴ്സുകൾ എടുപ്പിക്കുക. ഇതിൽ തന്നെ എൻ്റെ നേരത്തെ കഴിഞ്ഞ കുട്ടികളൊക്കെ LLB MBBS ഒക്കെ കഴിഞ്ഞ ആളുകളുണ്ട്, സർവീസിലിരിക്കുന്ന കുട്ടികളുണ്ട്. അപ്പം അങ്ങനത്തെ ആളുകൾ. അപ്പോൾ ഒരിക്കലും നമ്മൾ ഫ്രീക്കന്മാരാന്ന് പറഞ്ഞിട്ട് ആരെയും മുദ്ര കുത്തരുത്. നല്ല മനസ്സുള്ള ആളുകളാണ്, ഉറപ്പിച്ച് പറയാം. നമുക്ക് ഏതെങ്കിലും ഒരു കുട്ടി മുടി നീട്ടിയതുകൊണ്ട് ആ മോശക്കാരനല്ല, അവനൊന്ന് ഏറ്റവും മിടുക്കന അവനായിരിക്കും. ഓക്കെ, അവരൊക്കെ ഇതിലേക്ക് കലയിലേക്ക് അവർ വരുന്നുണ്ട്, പുതിയ തലമുറയും ജെൻസി പൂരം അതിലേക്ക് വരുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ നമുക്കതിനെ വിലയിരുത്താം. ഉണ്ട്. പിന്നെ നാട്ടിൽ നല്ലൊരു സ്വീകാര്യതാണ്. കാപ്പാട് ഗ്രാമം എന്നുള്ളത് ദഫിൻ്റെ ഗ്രാമമാണ്. അവിടെ പിന്നെ ജാതി മതഭേദമന്യേ, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാം. ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾ
സാഹിത്യോത്സവത്തിലും സർഗലയങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ട്. എല്ലാ മക്കളും അവിടെ നിന്ന് പഠിക്കുന്നുണ്ട്. ലൈഫ് സന്തോഷമാണ്. ഓക്കെ, കണ്ടതിൽ കാണാൻ പറ്റിയതിലും പഠനത്തിലും പഠിപ്പിച്ചതിലും ഒരുപാട് സന്തോഷം. കാണാം.